കാടുകളിൽ നിന്നും മണ്ണിരാക്കപ്പെട്ട ഒരു ആദിവാസി വിഭാഗമാണ് പശ്ചിമഘട്ട മലനിരകളുടെ തെക്കേയറ്റത്തുള്ള അഗസ്ത്യാർകൂടത്തിലെ കാണിക്കാർ. കാട്ടിൽ കൃഷി ചെയ്തും കാട്ടുവിഭവങ്ങൾ ശേഖരിച്ചും ജീവിച്ചു പോകുന്ന ഇവർ ഇപ്പോൾ സർക്കാരിന് റേഷനറി കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. മന്ത്രവും മരുന്നും തന്ന അഗസ്ത്യനെ ഗുരുവായി ആരാധിക്കുന്നവരാണ് അഗസ്ത്യാർകൂടത്തിലെ കാണികൾ. വർഷത്തിലൊരിക്കൽ 41 ദിവസം വ്രതം നോറ്റ് അഗസ്ത്യനെ പൊങ്കാല അർപ്പിക്കുന്നവർ. കാട്ടിൽ തീയിട്ട് നിലമൊരുക്കി കൃഷി ചെയ്തും കാട്ടുമൃഗങ്ങളെ വേട്ടയാടിയും അവർ ജീവിച്ചു പോന്നു. പിന്നീട് ഒരിക്കൽ അവർ കാട്ടിൽ നിന്നും അന്യരാക്കപ്പെട്ടു. ആ അന്യവൽക്കരണത്തിൽ ആദിവാസികൾക്ക് അവരുടെ തനിമ നഷ്ടമായി. അക്ഷരം വന്ന ഉടനെ പൊതുവെ അക്ഷരം കൊള്ളായിരുന്നു, നമ്മൾ കൊള്ളാം. പിന്നെ അക്ഷരം വന്നപ്പം നമ്മൾ ആ ഒത്തൊരുമ പോയി, ആ കൊടുക്കൽ വാങ്ങൽ അത് പോയി, ഈ അതൊക്കെ വിട്ടു പോയി. പിന്നെ ആ സത്യസന്ധ അത് പോയി. അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് തന്നെ ഒരുപാട് നാശം വന്ന്. പിന്നെ ഇപ്പം പറയുന്നത് ഞാൻ ഉൾപ്പെടെ പറയുന്നത് കള്ളമാണ്. ഇത് ഈ നാട്ടിലുള്ള കള്ളം പഠിച്ചവർ പിന്നെ അതേയാണ്. ഒരു എന്തൊരു തെറ്റ് ചെയ്താൽ അത് സ്വന്തമായിട്ട് കേൾക്കാൻ മനസ്സിൽ വരുമില്ല. അതിനെ പല കള്ളവും പറഞ്ഞ് മാറ്റിക്കളയും. അതാണ് ഇപ്പോൾ ഈ ആദിവാസി മേഖല ഈ ഞാനിപ്പോൾ ഉൾപ്പെടെ കൂട്ടാ പറയണത്. അങ്ങനെ പണ്ട് സത്യമായി നിന്ന കാലത്ത് ഈ ദൈവവും നമുക്ക് അനുകൂലം ഉണ്ടായിരുന്നു. ആ സത്യത്തിന് വലിയ പവറുണ്ട്. വനത്തിലോ വന്യജീവികളിലോ ആദിവാസിക്ക് ഇന്ന് ഒരു അവകാശവുമില്ല. കാട് അന്യമാക്കപ്പെട്ട ആദിവാസിയെ നാട് സഹാനുഭൂതിയോടെ സ്വീകരിച്ചതുമില്ല. സർക്കാരിന്റെ ദയാദാക്ഷിണ്യത്തിലാണ് അവരുടെ ജീവിതം. ഇപ്പൊ ഗവൺമെന്റ് തരുന്ന അരി, ഇത് പറയുന്നത് ഗവൺമെന്റ് തന്നെ അരി മാത്രമുണ്ട്. 35 കിലോ അരി കിട്ടും. അതിൽ ഒരു ജോലി ഉള്ളവർക്ക് കിട്ടൂല, അതിന് കുറയും. വരെ സാധാരണ 35 കിലോ അരി മാത്രമുണ്ട്. അത് അവരെ എന്ന് നിർത്തണോ അന്ന് ആദിവാസി മേഖല ഇവിടുത്തെ എല്ലാ മേഖലയും പട്ടിണി മരം കൊണ്ട് മരണപ്പെടും. ഒന്നും എടുക്കാനില്ല. ഈ കമുകൊണ്ട് തെങ്ങുണ്ട്, വാഴയുണ്ട്. ഇതൊക്കെ ഓരോ മുതൽ നമ്മുടെ സമ്പാദ്യമാണ് ഇത്. വേറെ ഒന്നുമില്ല. ഇതൊക്കെ ഒരു തേങ്ങ വെട്ടിയാൽ കൊടുക്കാനില്ല, നമുക്ക് അരയ്ക്കാനും എടുക്കാം, പിന്നെ അധികമായ കൊടുക്കാം. പിന്നെ പ്ലാവും മാവും ഇതൊക്കെ വിറ്റ് പെറുക്കിയാണ് നമ്മുടെ ജീവിതം, ഈ സമ്പത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോന്നും നശിപ്പിച്ച് കഴിഞ്ഞാൽ ആ സമ്പത്തി ഇനി നട്ടിട്ട് 5 കൊല്ലമോ 6 കൊല്ലമോ കാത്തിരുന്നാലേ അത് മുകളിലത്തേക്ക് ആദായം കിട്ടുമല്ലോ. അതുവരെ നമ്മൾ എന്തൊരു കാക്കാനും കഴിയും. ഇപ്പോൾ അല്ലെങ്കിൽ മറ്റിനിയില്ല. ചേന, ചേമ്പ് ഇതെല്ലാം നട്ട് കൃഷി ചെയ്ത് ജീവിച്ച കാലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. തറയിൽ ഭൂമി മാത്രം കൊണ്ടിട്ട് കാര്യമില്ലല്ലോ. ഒരു നേരത്തിന് ആഹാരത്തിന് റേഷൻ ഇല്ലെങ്കിൽ പിന്നെ പട്ടിണിയാണ് എന്ന് പറയാം. അത്ര ആവശ്യം മുട്ടിപ്പോയി. അഗസ്ത്യൻ നൽകിയ മന്ത്രമൊക്കെ അവർക്ക് കൈമോശം വന്നിരിക്കുന്നു. ദൈവങ്ങളെയും ഗുരുവിനെയും ആരാധിക്കുന്നതിനായി കെട്ടിയുണ്ടാക്കിയ ചാറ്റുപാട്ടുകളും ഇന്നില്ല. ഇക്കാലത്തെ കാണിമൂപ്പൻ സ്വയം കെട്ടിയുണ്ടാക്കിയ പാട്ടുകളിൽ നിഴലിക്കുന്നതാകട്ടെ പോയിപ്പോയ നല്ല കാലത്തെക്കുറിച്ചുള്ള വിഷാദം കലർന്ന ഓർമ്മകൾ മാത്രവും. ആദിമനുഷ്യരായി ജീവിച്ചു വന്ന കാലം കൃഷിയെ ആശ്രയിച്ചു ജീവിച്ചു പോന്നവരും കമുകും തെങ്ങും വാഴയും മരിച്ചിനി കാന്താരിയായി മുളകും. അക്കാലങ്ങളിൽ മൃഗങ്ങൾ വന്നു ഇത്ര മുടിച്ചിട്ടില്ല. മനുഷ്യരെ പേടികൊണ്ട് കാട്ടിൽ ജീവിച്ചു വന്നവരും ഇന്നു വനങ്ങളിലും തീറ്റ കുറഞ്ഞ കാലം. ആരാരുമില്ലവർക്ക് ഇന്നോളം തീറ്റ കൊടുക്കുവാനും. കാട്ടിലെ പുൽമേടുകൾ ഇന്നു കാണാമറയത്തായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.